വേടന്റെ പാട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ വൈസ് ചാൻസലറോട് വിശദീകരണം തേടി ചാൻസലർ. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് ചാൻസലർക്ക് നൽകിയ കത്തിന്മേലാണ് നടപടി. BA മലയാളം 3ാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് ഉൾപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ഒപ്പം ചേരുന്നു. ഗോകുൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പാഠ്യപദ്ധതിയിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ VCയോട് ചാൻസലർ വിശദീകരണം തേടിയിരിക്കുന്നത്. വിവരങ്ങൾ. അതുതന്നെയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിട്ടുള്ള AK അനുരാജ് നൽകിയിട്ടുള്ള ഒരു ഇമെയിൽ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ചാൻസലർക്ക് അയച്ചിട്ടുള്ള പരാതി വൈസ് ചാൻസലർക്ക് ഫോർവേഡ് ചെയ്തതിനു ശേഷം ഈ പരാതി പരിഗണിക്കണമെന്നും അതിന്മേൽ എന്തു നടപടി സ്വീകരിച്ചു എന്ന് അറിയിക്കണമെന്നുമാണ് ചാൻസലർ വൈസ് ചാൻസലറെ അറിയിച്ചിട്ടുള്ളത്. AK അനുരാജ് നൽകിയ പരാതി ഇപ്രകാരമായിരുന്നു. താൻ അനുകരണീയമല്ലാത്ത മാതൃകയാണ് എന്ന് സ്വയം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി. അയാളെ കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പുലിനകം കൈവശം വെച്ചതിന് അയാൾക്കെതിരെ കേസുണ്ട്. അയാളുടെ നിരവധി പാട്ടുകളിൽ മദ്യം ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ, അനുകരണീയമല്ലാത്ത മാതൃകയായ ഒരു വ്യക്തിയെ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും അതിനാൽ യൂണിവേഴ്സിറ്റി ഈ പാഠ്യപദ്ധതി വേടന്റെ ഈ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നടപടിയിൽ നിന്നും പിൻവാങ്ങണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് AK അനുരാജ് പരാതി നൽകിയിട്ടുള്ളത്. ആദ്യം വൈസ് ചാൻസലർക്ക് അദ്ദേഹം പരാതി നൽകിയിരുന്നു. പിന്നീട് ചാൻസലർക്ക് പരാതി നൽകി. ചാൻസലർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം വൈസ് ചാൻസലറോട് ഈ പരാതി ഫോർവേഡ് ചെയ്തതിനു ശേഷം ഈ പരാതിയിന്മേൽ എന്തു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കത്ത് നൽകിയിട്ടുള്ളത്. എന്തായാലും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പലതരത്തിലുള്ള ഇടപെടലുകളും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ അനുകരണീയമല്ലാത്തതാണ്, മാതൃകാപരമല്ലാത്തതാണ്. അദ്ദേഹം തന്നെ താൻ അനുകരണീയമല്ലാത്ത വ്യക്തിയാണ് എന്ന് സ്വയം പറഞ്ഞിട്ടുള്ളതാണ്. ഈ കഞ്ചാവ് കേസിലൊക്കെ പിടിക്കപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും തെറ്റായ സന്ദേശം നൽകും. ഒരുപക്ഷെ വിദ്യാർത്ഥികളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനും അത് ഉപകരിച്ചേക്കാം. കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇയാളെ മാതൃകയാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ നടപടിയിൽ നിന്ന് യൂണിവേഴ്സിറ്റി പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വൈസ് ചാൻസലർക്കും ചാൻസലർക്കും കത്ത് നൽകിയിട്ടുള്ളത്. അതിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്. കൃഷ്ണരാജ്, ഗോകുൽ പറഞ്ഞതാണ്, അതായത് പാടില്ലാത്ത കാര്യത്തിന് അറസ്റ്റിലായ ആളാണ് വേടൻ. അതിനുശേഷം ഞാൻ അനുകരിക്കേണ്ടയാളല്ല എന്ന് അയാൾ തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ആകസ്മികമായി ഉണ്ടാകുന്ന ഒരു ഹൈപ്പിൻ്റെ പേരിൽ ഒരാളുടെ വരികൾ, പാട്ട് ഒക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് പിന്നിലെന്താണ്? അതുതന്നെയാണ്, ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ തിരിയുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇത്തരം വിഷയങ്ങളെ ഉപയോഗിക്കുന്നു യൂണിവേഴ്സിറ്റി എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഒരു ഘട്ടത്തിൽ പല വിവാദ വിഷയങ്ങളും ഉണ്ടായ സമയത്ത് ഈ സർക്കാരിന് താല്പര്യമില്ലാത്ത ഒരു സംവിധാനത്തെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയോ ഒക്കെ വിമർശിക്കുന്ന ആളായി വേടൻ പൊതുമാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ വേടന്റെ വിഷയങ്ങളൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള ശ്രമം യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. BA 3ാം സെമസ്റ്റർ പാഠ്യപദ്ധതിയിലായിരുന്നു ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആ സമയത്ത് വേടന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അയാൾ ഏത് രീതിയിലാണ് വിദ്യാർത്ഥികളെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഈ പാഠ്യപദ്ധതി ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ള അധികൃതർ പരിശോധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ, കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ അനുകരണീയമല്ലാത്ത മാതൃകയാണ്, അത് തിരുത്താൻ താൻ ശ്രമിക്കും എന്ന തരത്തിലുള്ള ഒരു പരാമർശമായിരുന്നു കഞ്ചാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇയാളുടെ റൂമിൽ നിന്ന് പിടിച്ച സമയത്ത് ഇയാൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു പറഞ്ഞത്. അത്തരത്തിലുള്ള ആളെ ഒരു മാതൃകാപരമായി, അദ്ദേഹത്തിന്റെ ഒരു കലാസൃഷ്ടിയെ മാതൃകാപരമായി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും സമൂഹം അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ആ വ്യക്തി ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീർച്ചയായും പരിശോധിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. അതിനൊക്കെ ശേഷം മാത്രമായിരിക്കണം ഇത്തരം നടപടികളിലേക്ക് വരാം. ഇപ്പോൾ പരാതി നൽകിയ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ AK അനുരാജ്, അങ്ങയുടെ പരാതി ചാൻസലർ പരിഗണിക്കുന്നു, വൈസ് ചാൻസലറോട് വിശദീകരണം തേടുന്നു. എന്താണ് പ്രതികരണം? നമ്മള് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ അതത് ഫോറങ്ങളിൽ ചൂണ്ടിക്കാണിക്കുക, അത് നമ്മുടെ ഒരു ചുമതലയാണ് സിൻഡിക്കേറ്റ് മെമ്പർ എന്നുള്ള നിലയ്ക്ക്. കാരണം യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയാണ് സിൻഡിക്കേറ്റ്.
അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ പോകണം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിൽ പോകണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന, ആ രീതിയിൽ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ചാൻസലർമാരാണ് തുടർച്ചയായിട്ട് നമുക്ക് കഴിഞ്ഞ ചാൻസലർ ആയാലും ഇപ്പോഴത്തെ ചാൻസലർ ആയാലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ചാൻസലറുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ചെയ്തത് ഈ സംഭവത്തിൽ. അതേ തുടർന്ന് അതിപ്പോൾ എന്താണ് അതിന്റെ വസ്തുത എന്ന് അന്വേഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ അത് പരിഗണിച്ച് അതിന്മേൽ നടപടിയെടുക്കാനും ചാൻസലറുടെ ഓഫീസിൽ നിന്ന് വൈസ് ചാൻസലർക്ക് നിർദ്ദേശം ലഭിച്ചതായിട്ടാണ്, കത്ത് ലഭിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ശ്രീ എ കെ അനുരാജ്, അങ്ങയുടെ പരാതിയിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്താൻ പാടില്ല എന്നത് വിശദീകരിക്കുന്നുണ്ടാകുമല്ലോ, അതെന്താണ്? നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ കൗമാര പ്രായക്കാരെയാണ്, ഡിഗ്രി വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അവർക്ക് നല്ല മാതൃകകളെ സൃഷ്ടിക്കുക എന്നുള്ളത്, നമ്മൾ സാഹിത്യമൊക്കെ പഠിപ്പിക്കുന്നത് മലയാള സാഹിത്യ വിദ്യാർത്ഥികളെയാണ് ഇത് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോ അത് സാഹിത്യം പഠിപ്പിക്കുന്നതോടൊപ്പം നല്ല സന്ദേശം കൂടി സമൂഹത്തിന് നൽകാൻ സാധിക്കണം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത്, ഈ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം തന്നെ പറയുന്നു, എനിക്ക് നല്ലൊരു മാതൃകയാകാൻ, സമൂഹത്തിന് മുന്നിൽ നല്ലൊരു മാതൃകയാകാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നു. മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എത്രയോ കവിതകൾ, അത് ആധുനിക കവിതയാകട്ടെ അല്ലെങ്കിൽ പ്രാചീന കാലത്തേതാവട്ടെ മധ്യകാലഘട്ടത്തിലാവട്ടെ ഒക്കെ ലഭ്യമാണ് എന്നിരിക്കെ ഇത്തരത്തിലൊരു വ്യക്തിയെ തന്നെ തേടി പിടിച്ച് കണ്ടെത്തി അത് അത്തരത്തിലൊരു പാട്ട് പഠിപ്പിക്കാൻ തീരുമാനിക്കുക എന്ന് പറയുന്നതിന്റെ പിറകിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് ന്യായമായി സംശയിക്കാവുന്നതാണ്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തെറ്റായ മാതൃകയെ യുവാക്കളുടെ അല്ലെങ്കിൽ കൗമാര പ്രായക്കാരുടെ മുന്നിൽ വെക്കുന്നു എന്നത് ഒന്നാമത്തെ തെറ്റ്. രണ്ട്, ഇത്തരത്തിലൊരു കാര്യം ഒരു ഹിഡൻ അജണ്ടയായി നടപ്പാക്കുന്നു. സർവകലാശാലകളിലെ പാഠ്യ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നത് വളരെ സുതാര്യമായ രീതിയിൽ വേണം. എന്നാൽ അങ്ങനെയല്ലാതെ ഒരു ഹിഡൻ അജണ്ടയായി ഒരു രാഷ്ട്രീയ അജണ്ട സർവകലാശാലകളിലൂടെ നടപ്പാക്കാനും അതുവഴി ആ രാഷ്ട്രീയം വിദ്യാർത്ഥികളിൽ കുത്തിച്ചെലുത്താനും ഉള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇതിന്റെ. അതായത് ശ്രീ എ കെ അനുരാജ്, ഈ എതിർപ്പുകൾ ഉണ്ടാകുന്ന കാരണത്താൽ ഒരു നിർബന്ധ ബുദ്ധിയാൽ അല്ലെങ്കിൽ ഒരു വാശിയാലെ ഇത് കുട്ടികൾ പഠിക്കട്ടെ എന്ന് തീരുമാനിക്കുകയാണ്, അവിടെയാണ് പ്രശ്നം. തീർച്ചയായിട്ടും എന്ന് മാത്രമല്ല, അത് സ്വദേശപരമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ വീണ്ടും ഒരു എന്താ പറയാ, നമ്മളൊരു അധികാരത്തിന്റെ ബലമെന്നോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന സമിതിയിലെ അംഗങ്ങൾ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയം എന്ന നിലയിലോ സംഘടിതമായി അതിനെതിരെ രംഗത്ത് വരികയും ചെയ്യുക. തീർത്തും സ്വദേശപരമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നമുക്കറിയാം ഇപ്പോൾ വല്ലാതെ കുത്തഴിഞ്ഞ നിലയിലാണ്. അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങളാണ് ചാൻസലറുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ UGCയുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഉണ്ടാകുന്നത്. UGC തന്നെ ഇപ്പൊ മൾട്ടി ഡിസിപ്ലിനറി ആയി വന്നപ്പോൾ ഇത് നമ്മുടെ മൈനറുകൾ തിരഞ്ഞെടുക്കുന്നതിനൊക്കെയുള്ള സാധ്യതകളൊക്കെ വർദ്ധിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള സാധ്യതകളെ പോലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിമിതികളിലേക്ക് കൊണ്ടുകെട്ടാൻ എങ്ങനെ അത് ഇത്തരം എന്താ പറയാ, അതായത് വിദ്യാർത്ഥികളുടെ ഭാവിയല്ല അവർ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ആവശ്യകതയല്ല, മറിച്ച് രാഷ്ട്രീയമാണ് പ്രധാനം, അടിച്ചേൽപ്പിക്കലാണ്. അല്ലാതെ ഒരു നല്ല യുവതലമുറയെ വാർത്തെടുക്കുക അല്ലെങ്കിൽ കേരളത്തിലെ കോളേജുകളെ അല്ലെങ്കിൽ സർവകലാശാലകളെ വിദ്യാർത്ഥികൾ വിട്ടൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിലൊരു തിരുത്തൽ വേണം. അത്തരത്തിൽ നല്ല രീതിയിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നില്ല എന്നത് വളരെയധികം നിർഭാഗ്യകരമാണ്. അത് ബന്ധപ്പെട്ട മന്ത്രാലയമായാലും അല്ലെങ്കിൽ ഇതുപോലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ആയാലും അല്ലെങ്കിൽ അതിനു മേലെയുള്ള മറ്റ് സമിതികളായാലും അക്കാദമിക രംഗത്തുള്ളവരായാലും എല്ലാം അതിന് ഉത്തരവാദികളാണ്. കാരണം ഇത്തരത്തിൽ ഒരു ട്യൂണിങ് നടന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം അതും തീർത്തും നമുക്ക് എന്താ പറയാ ഒട്ടും സുതാര്യമല്ലാത്ത രീതിയിൽ നടപ്പാക്കിയത് അല്ലെങ്കിൽ നടപ്പാക്കുന്നത്, അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം സംശയിക്കാൻ. അല്ലെങ്കിൽ ഒന്നുകിൽ ഇത് ഉൾപ്പെടുത്തപ്പെടാൻ പാടില്ലായിരുന്നു. അത് അങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് അത് ചൂണ്ടിക്കാണിക്കപ്പെട്ട സാഹചര്യത്തിൽ അത് തിരുത്താൻ അല്ലെങ്കിൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഇത് സ്വദേശപരമായാണ് ഇത് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് എന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോകാനെങ്കിലും തയ്യാറാകേണ്ടതായിരുന്നു. അക്കാദമിക രംഗത്തുള്ളവർ അക്കാദമികമായുള്ള മികവിനാണ് നിലകൊള്ളേണ്ടത്, അല്ലാതെ രാഷ്ട്രീയ ചട്ടുകങ്ങളായി മാറാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. നിർഭാഗ്യവശാൽ ഇവിടെ സംഭവിക്കുന്നത് അതാണ് എന്ന് വേണം സംശയിക്കാൻ. ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അക്കാദമിക അങ്ങ് ഈ ശുപാർശയിന്മേൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഇത് പിൻവലിക്കപ്പെടണം. അത് ഇങ്ങനെ ഒരു പാട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല. ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചതുപോലെ പല കാര്യങ്ങൾക്ക് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഹിരൺദാസ്. ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് അറസ്റ്റിലായ ആളാണ്. പുലിപ്പല്ല് കൈവശം വെച്ചതിന് അറസ്റ്റിലായ ആളാണ്. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ പല വീഡിയോകളിലും മദ്യം നിറച്ച ഗ്ലാസുകൾക്കിടയിലൂടെ എത്രയോ യുവാക്കൾ നീങ്ങുന്ന തരത്തിലുള്ള വീഡിയോകൾ വരുന്നു. കഞ്ചാവ് കയ്യിൽ വെച്ചതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ്. വേറെയും കേസുകളുണ്ട്. ഇത്തരത്തിൽ
പലതരത്തിലുള്ള നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയുടെ പിൻബലത്തോടെ അത് ചിലപ്പോൾ പെയ്ഡ് ആയിട്ടുള്ള സംവിധാനത്തിലൂടെ പോലെ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഉയർത്തിക്കൊണ്ടുവന്ന് താൽക്കാലികമായ ഒരു പ്രതിഭാസമായി മാത്രം യുവാക്കളുടെ അല്ലെങ്കിൽ കൗമാരപ്രായക്കാരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഈ രംഗത്ത് എത്രത്തോളം ഇദ്ദേഹത്തിന് കഴിവുണ്ട് എന്നോ എത്ര കാലം അദ്ദേഹം ഈ രംഗത്ത് തുടരുമെന്നോ ഏത് രീതിയിൽ അദ്ദേഹത്തിന് യുവതലമുറയ്ക്ക് മാതൃകയായി മാറാൻ സാധിക്കുമെന്നോ പറയാൻ സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പാട്ട് അത്ര വലിയ സാഹിത്യമായി ചൂണ്ടിക്കാണിക്കേണ്ടതോ അല്ലെങ്കിൽ ആ രചനാ രംഗത്ത് വലിയ ഒരു കാലം അദ്ദേഹത്തിന് ഉള്ളതോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത് അത്ര ധൃതി പിടിച്ചെടുക്കേണ്ട ഒരു തീരുമാനമല്ല. വളരെയധികം ആശങ്ക വിദ്യാർത്ഥികളിൽ അതുപോലെ രക്ഷകർത്താക്കൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ശരി, നന്ദി. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പരാതി നൽകിയ ശ്രീ AK അനുരാജാണ് ഒപ്പം ചേർന്നത്. വീണ്ടും ഗോകുൽ K വേണുഗോപാലിലേക്ക്. ഗോകുൽ, അതായത് കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അപേക്ഷ സമർപ്പിക്കാതെ പരിഗണിക്കപ്പെട്ട ഒരു വിവാദം ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അതിന് പിന്നാലെ ഇങ്ങനെയൊരു വാർത്ത, അതായത് ഒരു രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവായി വേടൻ്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് മാറുന്നു. അതാണ് കൃഷ്ണരാജ്. ഈ ഗ്രന്ഥകാരനെ കുറിച്ച് എന്തു പറയും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പഠിതാക്കൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പഠിക്കുന്നു, ഇതാരെഴുതി എന്നതിനെ സംബന്ധിച്ച നമ്മളൊരു കുറിപ്പ് എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ വേടനെ കുറിച്ച് എഴുതാൻ നല്ലതൊന്നുമില്ല എന്നുള്ളതാണ് ഈ AK അനുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് അദ്ദേഹം പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ തെളിവുകളാണ്. അല്ലെങ്കിൽ കഴിഞ്ഞടുത്തിടെ നമ്മുടെ കൺമുൻപിൽ തന്നെ നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും അസാക്ഷ്യമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ളവ കൈവശം വെച്ചിട്ടുള്ള ഒരു വ്യക്തിയെ അനുകരണീയമായ മാതൃകയായിട്ടും അയാളെ പുകഴ്ത്തിയൊക്കെ എഴുതേണ്ടി വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഭാവി എന്തായിരിക്കും, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലായിരിക്കും അതിനെ സമീപിക്കുക എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട സംഭവം. തങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ മറ്റൊന്നും നോക്കാതെ വിദ്യാർത്ഥികളുടെ ഭാവിയോ അല്ലെങ്കിൽ പഠന നിലവാരമോ അല്ലെങ്കിൽ നമ്മുടെ അക്കാദമിക നിലവാരമോ ഒന്നും പരിഗണിക്കാതെ തന്നെ ഈ രാഷ്ട്രീയ താല്പര്യത്തിനായിട്ട് ഓരോ വിഷയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ പാഠ്യപദ്ധതിയിലേക്ക് ഈ വേടനെ പോലെയുള്ള ആളുകളുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിനെതിരെയുള്ള പ്രതിഷേധം അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് നൽകിയിട്ടുള്ള കത്തിനെ അല്ലെങ്കിൽ പരാതിയെ ചാൻസലർ ഗൗരവപൂർവ്വം പരിഗണിച്ചു എന്നുള്ളത് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന്മേൽ എന്തു നടപടി സ്വീകരിച്ചു എന്ന് അറിയിക്കണമെന്നാണ് വൈസ് ചാൻസലറോട് ചാൻസലർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. AK അനുരാജ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയം അല്ലെങ്കിൽ ഈ വേടന്റെ ഈ പാട്ടിനെ ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം പിൻവലിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോൾ AK അനുരാജ് നമ്മളോട് ജനം TV യോട് പങ്കുവച്ചിട്ടുണ്ട്. അത് തന്നെ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം പറഞ്ഞതുപോലെ അനുകരണീയമായ ഒരു മാതൃകയല്ല വേടന്റേത് എന്ന് പരാതിയിൽ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടിയിലും AK അനുരാജിനെ പോലെയുള്ള സിൻഡിക്കേറ്റ് അംഗം ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. എന്തിനാണ് ഈ വേടനെ പോലെയുള്ള ആളുകളുടെ സാഹിത്യ സൃഷ്ടികൾ ഉൾക്കൊള്ളിക്കുന്നത്? അതിലും എത്രയോ ഉദാത്തമായ എത്രയോ നല്ലതായിട്ടുള്ള സാഹിത്യ സൃഷ്ടികൾ നമുക്ക് ഉൾക്കൊള്ളിക്കാനില്ലേ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. അതൊക്കെ വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. ആ പ്രസക്തമായ ചോദ്യം വേടന്റെ പാട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ വൈസ് ചാൻസലറോട് വിശദീകരണം തേടി ചാൻസലർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഗോകുൽ K വേണുഗോപാൽ.